തന്റെ ആജീവനാന്ത സമ്പാദ്യം കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിക്ഷേപിച്ച നിക്ഷേപകൻ തന്റെ ഭാര്യയുടെ ചികിത്സാ ആവശ്യങ്ങൾക്കും തന്റെ മറ്റാവശ്യങ്ങൾക്കുമായിട്ട് ആ പണം ആവശ്യപ്പെട്ടപ്പോൾ പണം കൊടുക്കാതെ ബുദ്ധിമുട്ടിക്കുകയും നേതാവിന്റെ വക കൈകാര്യം ചെയ്യുമെന്ന ഭീഷണിപ്പെടുത്തലും വരുന്നു. താൻ അധ്വാനിച്ച പൈസ കിട്ടാതെ വരികയും ഭീഷണിപ്പെടുത്തലും കൂടെ ആയപ്പോൾ പാവം നിക്ഷേപകൻ ജീവിതം അവസാനിപ്പിക്കുന്നു. അങ്ങനെ ഈ സംഭവം പ്രബുദ്ധ കേരളത്തിലെ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാറാൻ പോകുന്നു. 10 പേർ തന്റെ പിന്നിലുണ്ടെന്നുള്ള ധൈര്യത്തിൽ പാവപ്പെട്ട ജനങ്ങളെ ഭീഷണിപ്പെടുത്താനും കൈകാര്യം ചെയ്യാനും നടക്കുന്ന ചില ഗുണ്ടാ നേതാക്കന്മാരാണ് ഓരോ പ്രസ്ഥാനത്തിന്റെയും ശാപം. ഇങ്ങനെയുള്ള ഗുണ്ടാ നേതാക്കളെ എന്നേക്കുമായിട്ട് പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുകയും ജനങ്ങളുടെ വിശ്വാസ്യത വീണ്ടെടുക്കുകയും ചെയ്തില്ലെങ്കിൽ ബിഗ് ബി സിനിമയിലെ സായിപ്പ് ടോണിയെ കൂടെ നിൽക്കുന്നവർ കാലുവായിരുന്ന പോലെ ജനങ്ങൾ പല നേതാക്കളെയും പ്രസ്ഥാനത്തെയും ചവിട്ടി പുറത്താക്കിയായിരിക്കും അവർ പ്രതിഷേധം അറിയിക്കുന്നത്. ഇങ്ങനെയുള്ള ഗുണ്ടാ നേതാക്കളെ എന്നേക്കുമായിട്ട് ഒഴിവാക്കുകയും അവർക്ക് യാതൊരു സംരക്ഷണവും കൊടുക്കാതിരിക്കുകയും ചെയ്താൽ മാത്രമേ ജനങ്ങളുടെ പോയ വിശ്വാസം തിരിച്ചു കിട്ടുകയുള്ളൂ. മാത്രമല്ല ഇങ്ങനെയുള്ളവരെ പാർട്ടി ഭേദമന്യേ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് നേരിട്ട്